ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യാസ് ലൈഫ് ഇവൻറ്റ്സ്. ഈ കാണുന്ന ഈ വീഡിയോ നമ്മൾ 2 വീക്സ് മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. സ്വീഡൻ്റെ ഓട്ടം ഫോൾസിനെ കുറിച്ചിട്ട്. ഈ ടൈമിൽ നമ്മുടെ മരങ്ങളുടെ ഇലയൊക്കെ ഈ ഗ്രീൻ കളറിൽ നിന്ന് യെല്ലോ കളറും റെഡ് കളറൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേരൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇലകൾ ചേഞ്ച് ചെയ്യില്ലല്ലോ, നമ്മളൊരു സ്ഥിരതയുള്ളവരല്ലേ, അതുകൊണ്ട് നമ്മുടെ ഇലകളൊക്കെ എന്നും ഗ്രീൻ കളറാണ്. ഇവിടെ ഈ സീസൺ അനുസരിച്ച് ഇലകളൊക്കെ മാറുണ്ടല്ലോ. ഇപ്പോൾ ദേ 2 വീക്സ് കഴിഞ്ഞു. എന്താ പറയുക, കാലം മാറിയപ്പോൾ കോലം മാറി എന്ന് പറയണ പോലെയായി. എല്ലാ ഇലകളൊക്കെ പോയി, ആകെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയായി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഈ കാണുന്ന മരം നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ളൊരു മരമാണ്. ഒരു പേരിന് പോലും ഒരു ഇല ആ മരത്തുമില്ല, ഫുൾ ഇലയും കൊഴിഞ്ഞു പോയി. ഇതിങ്ങനെ ഇല കൊഴിയണ സമയത്ത് നൈനു ഈ ഔട്ട്സൈഡൊക്കെ പോകാറുങ്ങുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. മരത്തുമ്മയ്ക്ക് നോക്കിയിട്ട് അയ്യോ എല്ലാ ലീവ്സും താഴേക്ക് എടുക്കണമെന്നായിരുന്നു. എന്നിട്ട് അവൾ അതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ കൊച്ചിനെ തന്നെ മനസ്സിലായി ഫിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലേസസൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ചുറ്റുമുള്ള കുറച്ച് പ്ലേസസാണ്. ഇത് നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും കാണിക്കുമ്പോൾ പല വ്യൂ ആയിരിക്കും. ഇപ്പോൾ സ്പ്രിംഗ് സീസണിലാണ് കാണിക്കുമ്പോൾ ഈ മരങ്ങളിലൊക്കെ പൂക്കളായിരിക്കും. സമ്മർ സീസണിൽ കാണുമ്പോൾ ഈ മരങ്ങളൊക്കെ ഈ ഗ്രീൻ ഇലകളായിരിക്കും. അത് കഴിഞ്ഞ് ഓട്ടം സീസൺ ആകുമ്പോൾ ഇലകളുടെ കളറൊക്കെ മാറി യെല്ലോ കളറാവും. ഇപ്പോൾ ദേ ഇലകളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത്. ഇനി ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ സ്നോ ഷവേഴ്സ് തുടങ്ങും. അപ്പോൾ ദേ ഈ മരങ്ങളൊക്കെ ഫുള്ള് അതുമൊക്കെ നിറയെ സ്നോ വന്ന് കിടക്കുന്നത് കാണാം. ഓരോ ടൈം കാണുമ്പോഴും ഡിഫറെൻ്റ് ആയ വ്യൂ ആണ് നമ്മൾക്ക് ഈ പ്ലേസസ് തന്നെ നൽകണത്. ഔട്ട് സൈഡ് പോവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നൈനു ദേ ഇന്ന് ട്രൈ സ്കൂട്ടറൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ സൈക്കിളിനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് പാത്തുണ്ട്, എന്നാലും ഇടയ്ക്ക് അവൾ അതിൻ്റെ ഇടയിലേക്കൊക്കെ കൊണ്ട് സൈക്കിൾ കയറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് ചെല്ലണത് ഒരു കോമൺ ആയൊരു പ്ലേസിലേക്കാണ്. അവിടെ നമ്മൾക്ക് ഇങ്ങനെ വാഹനങ്ങൾ വരില്ല, വേണമെങ്കിൽ റിലാക്സ് ചെയ്യാൻ പോയിരിക്കാം, ജോഗിങ്ങിനൊക്കെ പോവാം. അങ്ങനെ ഒരു റഷൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം ഈ ട്രൈ സ്കൂട്ടർ ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഈ പ്ലേസ് ഓട്ടം സീസണിൽ കാണാൻ ശരിക്കും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ആ ടൈമിൽ ഫുള്ള് മരങ്ങളിൽ ഇലകളുണ്ടാവും. ആ ഇലകളൊക്കെ ഈ യെല്ലോ കളറായിരിക്കും. ശരിക്കും ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഫുള്ള് മരങ്ങളും ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ ആയിട്ട്. ഒരു ഇലയില്ലാണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇലകളൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. നൈനൂന് ശരിക്കും ഈ പ്ലേസ് നല്ല ഇഷ്ടമായി. ഇപ്പോൾ കൊറോണ ഒക്കെ കാരണം നമ്മളങ്ങനെ അധികം ഔട്ട് സൈഡൊന്നും പോവാറില്ല, കൂടുതലും ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ. ഇവിടെ ദേ റഷൊന്നും ഇല്ല, വണ്ടികളും ഇല്ല, അവൾക്ക് ഇഷ്ടം പോലെ ഓടി നടക്കാം. ദേ ട്രൈ സ്കൂട്ടറും കൊണ്ട് കുറേ ഓടി നടക്കുന്നുണ്ട്.
കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണുള്ളൂ. അധികം ഇങ്ങനെ ഒരു റഷായ ഒരു ഏരിയ ഒന്നുമല്ല. ഈ മരങ്ങളിലൊക്കെ ഇലകളില്ലാണ്ട് നിൽക്കണ കാണുമ്പോൾ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു അവസ്ഥ ആലോചിക്കും. ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥ. ഇപ്പം നമ്മളൊരു പുതിയൊരു രാജ്യത്തേക്ക് വരുന്നത്, പുതിയൊരു കോണ്ടിനെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം കാണുന്നത് ഒരു മരം ഒട്ടും ഇലകളൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ആരായാലും വിചാരിച്ചു പോവില്ലേ, ഇവിടുത്തെ മരങ്ങളിലൊന്നും ഇലകൾ ഉണ്ടാവില്ല എന്ന്. അതൊരു കുറ്റാണോ? ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഓട്ടം സീസൺ കഴിഞ്ഞിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നതാണ്, നമ്മുടെ വിൻ്റർ വരാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സാധാരണ പോലെ ആവുമെന്ന്. കൊച്ചിനോട് സ്ട്രെയിറ്റ് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊച്ചു മൂക്കും കുത്തി വീണാനെ. അമ്മ ട്രൈ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണതാണ്. നയന് ഭയങ്കര ഇൻട്രസ്റ്റിലാണ്, അവൾ വരണമൊന്നുമില്ല. അപ്പം നമ്മൾ പിന്നെ അവിടെ ഇരുന്നു. നല്ല വിൻഡ് ഉണ്ട്, അത് കാരണം നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2-3 വട്ടം കൂടി അവളുടെ റൈഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി വേഗം.